ഓഫർ തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. ഇടുക്കി തൊടുപുഴയിലാണ് പരാതിക്കാർ ഏറെയും. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് തട്ടിപ്പിനിരയായവരുടെ തീരുമാനം. NGO കോൺഫെഡറേഷന്റെ പേരിൽ പകുതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും കാർഷികോപകരണങ്ങളുമെല്ലാം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. പരാതിക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുമ്പോഴും പണം നഷ്ടമാകില്ലെന്ന് കരുതിയവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. അത് 56,000 ഒരു വണ്ടിക്ക്, പിന്നെ ഒരെണ്ണത്തിന് 60,000 കൊടുത്തു. അത് വണ്ടി കിട്ടാൻ താമസം വന്നപ്പോൾ റീഫണ്ടിന് ഞങ്ങൾ വെച്ചു. റീഫണ്ട് 2 ദിവസത്തിനപ്പുറം കിട്ടുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല. അതിനിപ്പണി കേസ്. പണം നൽകിയതിന് പുറമെ മുദ്രപത്രത്തിൽ കരാറൊപ്പിട്ടവരുമുണ്ട്. പണം പോയതിന് പുറമെ കുരുക്കുമുറുകുമോ എന്ന ആശങ്കയിലാണ് തട്ടിപ്പിനിരയായവർ. ഈ NGO സൊസൈറ്റി എല്ലാവരുടെയും പേരിൽ വണ്ടി കൊടുത്ത സമയത്ത് 200 രൂപയുടെ മുദ്രപത്രം അവർ മേടിച്ചിട്ടുണ്ട് നമ്മുടെ പേരിൽ. ആ പേരിൽ മേടിച്ചിട്ട് ഇനി അതെന്തെങ്കിലും ചെയ്യുമോ, നമ്മുടെ പേരിൽ എന്തെങ്കിലും ഒപ്പിട്ട് മേടിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ കേസ് വഴിതിരിഞ്ഞു പോകുമോ എന്നുള്ളതും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കോർഡിനേറ്റർമാർ വഴിയാണ് എല്ലാവരും പണം നൽകിയത്. അവസാന വഴി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാനാണ് ഇവരുടെ നീക്കം. ഞാൻ സെപ്പറേറ്റ് കേസ് ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. ഇന്നിപ്പോൾ എല്ലാവരും കൂടി മുഖ്യമന്ത്രിക്ക് നേരിട്ടൊരു അപേക്ഷ എല്ലാവരും കൂടെ ഒത്തി കൊടുക്കാന്ന് ഓർത്തുകൊണ്ട് ഇപ്പം ഇതെല്ലാവരും കൂടിയേക്കണേ. സാമ്പത്തിക തിരിമറി കേസിൽ അനന്തകൃഷ്ണനെതിരെ 2019 പോലീസ് കേസെടുത്തിരുന്നു. പിന്നാലെയാണ് പുതിയ തട്ടിപ്പുമായി എത്തിയത്. ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ 13 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കരിമണ്ണൂരിൽ മാത്രം 9 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് വിവരം. മീഡിയ 1 ഇടുക്കി.